അടുത്തത് വളരെ കോമൺ ആണ്, ഹൈപ്പർ. ഹൈപ്പർ, ഹൈപ്പോ. ഹൈപ്പർ മീൻസ് എബോ, ഹൈ ഓർ എക്സസ്. ഹൈപ്പോ മീൻസ് ലെസ് ദാൻ നോർമൽ. ഓക്കെ, അപ്പൊ ഇനി ഹൈപ്പർ ഹൈപ്പോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ തൈറോയ്ഡ് ഹോർമോൺസ് ആയിട്ടുള്ള T3, T4, TSHന്റെ ഒക്കെ ലെവല് നോർമലിനെക്കാളും എബോ ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതുപോലെ ഹൈപ്പർ ലിപ്പിഡീമിയ കണ്ടീഷൻ എന്താണ്? എക്സസ് ഫാറ്റ് ഓർ ലിപ്പിഡ്സ് ഇൻ ദ ബ്ലഡ്. അപ്പൊ ഫാറ്റിന്റെയും ലിപ്പിഡിന്റെയും കൊളസ്ട്രോളിന്റെ ഒക്കെ ലെവല് കൂടി നിൽക്കുന്ന, ലിപ്പിഡ്സിന്റെ ലെവല് നമ്മുടെ ബ്ലഡിൽ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ ലിപ്പിഡീമിയ കണ്ടീഷൻ. ഇനി ഹൈപ്പർ കൈനീസിയ എന്താണ്? അബ്നോർമൽ ഇൻക്രീസ് ഇൻ മസ്കുലർ ആക്ടിവിറ്റി. അതായത് മസ്കുലർ ആക്ടിവിറ്റി കൂടുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ കൈനീസിയ എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എന്നൊക്കെ നമ്മൾ ഫിസിക്സിൽ കേട്ടിട്ടുണ്ട് അല്ലെ? മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ടേമിന് പറയുന്നതാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഒരു പൊസിഷൻ, ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുമ്പോഴുള്ളതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഹൈപ്പർ കൈനീസിയ മീൻസ് അബ്നോർമൽ ഇൻക്രീസ് ഇൻ മസ്കുലർ ആക്ടിവിറ്റി. ദെൻ വാട്ട് ഈസ് ഹൈപ്പർ കാൽസീമിയ? അപ്പൊ ആദ്യം തന്നെ അറിയാം, കാൽസ്യത്തിന്റെ ലെവൽ അബ്നോർമൽ ആകുന്ന അല്ലെങ്കിൽ നോർമലിനേക്കാൾ എബോ ആകുന്ന കണ്ടീഷനാണ് ഹൈപ്പർ കാൽസീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പർ യൂറിസീമിയയോ? യൂറിക് ആസിഡിന്റെ ലെവൽ ബ്ലഡിൽ കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ യൂറിസീമിയ. ഇനി ഹൈപ്പർ പിറിക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പിറിക്സിയ മീൻസ് ഫീവർ ആണ്. മെഡിക്കൽ ടേം ഫോർ ഫീവർ ഇസ് പിറിക്സിയ ആണ്. അബ്നോർമൽ ഹൈ ഫീവർ. നമുക്ക് നോർമൽ ഫീവർ നമുക്കറിയാം, ഒരു 100 അല്ലെങ്കിൽ 99 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 101 ഒക്കെ നമ്മൾ ഫീവർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് അബ്നോർമൽ ഹൈ ഫീവർ ആണ് ഹൈപ്പർ പിറിക്സിയ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർടെർമിയ എന്ന് വെച്ചാൽ എന്താണ്? ടെർമിയ മീൻസ് ടെമ്പറേച്ചർ ആണ്. അൺയൂഷ്വൽ ഹൈ ബോഡി ടെമ്പറേച്ചർ ഇസ് കോൾഡ് ഹൈപ്പർടെർമിയ.